മഞ്ഞപ്പടയുടെ ഈ ഒരു തീരുമാനത്തിന് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്ന് കൈയടിച്ചാൽ മതിയാകും. കാരണം ഇത്ര റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനേ. അതെ, മഞ്ഞപ്പട ഈ ഒരു അവരുടെ തീരുമാനം ഇറക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും ആരാധകരില്ല എന്ന് കണ്ടാലും ടിക്കറ്റൊക്കെ കുറച്ച് VIP ടിക്കറ്റ് വരെ കുറച്ചു എന്നൊക്കെയാണ് കേൾക്കേണ്ടത്. അതൊക്കെ കുറച്ചിട്ട് താരങ്ങളെ കാണാനായിട്ട് കളി കാണാനായിട്ട് ആൾക്കാരെ എത്തിക്കാനുള്ള പല വഴികളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം ഇത് തന്നെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ ഈ മഞ്ഞപ്പടയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം മുതൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആരംഭിച്ചേക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ CEO ആയിട്ടുള്ള അഭിഷേക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. സോ നിങ്ങൾ ഒരിക്കലും ഒരു ട്രോഫിക്ക് പ്രാധാന്യം നൽകാതെ നമ്മുടെ ടീമിൻ്റെ ലോയലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ആരോടാണിത് പറയേണ്ടത്, എങ്ങനെയാണിത് പറയേണ്ടതെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. 11 കൊല്ലമായിട്ട് ആർപ്പുവിളി കൂട്ടി ഒരു ടീമിന് വേണ്ടിയിട്ട് ടൈമും ആരോഗ്യവും പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു കൂട്ടം ജനതയുടെ മുമ്പിലാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. സോ എയർ കയറ്റല്ലാതെ വേറെ വഴിയില്ല. ഇതിനെ തുടർന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നല്ല രീതിയിലുള്ള മറുപടികളാണ്, നല്ല രീതിയിലുള്ള ട്രോളുകളാണ് എന്ന് വേണം പറയാൻ. നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ സീസണിൽ. അതെ, നമ്മുടെ താരങ്ങളുടെ ഫിറ്റ്നസ് തന്നെ. ഫിറ്റ്നസ് കോച്ചിങ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആ മെഡിക്കൽ ടീം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വീക്കായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ഫിറ്റ്നസ് കോച്ച് എന്ന് പറയുന്നത് വെർണർ മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാനൊന്നുമില്ല. കാരണം ഇവാൻ വുക്കോമനോവിച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇവാൻ്റെ ലാസ്റ്റ് സീസണും അതുപോലെ ഈ ഒരു സീസണും തുടക്കത്തിൽ തന്നെ ഒരുപാട് താരങ്ങൾക്ക് പരിക്കാണ്, ഇഞ്ചുറി അധികമായിട്ട് വരികയാണ്. സോ അതൊന്നും ഭേദമാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ടൈം എടുക്കുന്നു, റീക്കവറിക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ഐബാൻ ഡോളിംഗ്, അസർ, പ്രബീർ ദാസ്, ഇഷാൻ പണ്ഡിത, സൗരവ്. ഈ ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങളൊക്കെ എവിടെയെന്ന് പോലും അറിയില്ല. സൗരവിനെ പോലെയുള്ള താരങ്ങൾ, സൗരവിന് ഇഞ്ചുറി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ചില വാക്കുകളിൽ നിന്നും കോച്ചിൻ്റെ ചില ഓരോ മീറ്റിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിനൊക്കെ പരിക്കാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ട്രെയിനിങ് സെക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പറയും ഫുള്ളായിട്ട് റീക്കവറി ആയിട്ടില്ല എന്ന്. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇങ്ങനൊരു മെഡിക്കൽ സ്റ്റാഫ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഐബാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിക്കാണ്, അസറിന് ഈ അടുത്താണ് പരിക്കായത്. അത് ഇത്ര നേരമായിട്ടും റീക്കവറി ആയിട്ടില്ല എന്ന് പറയേണ്ടതൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിട്ടുള്ള സംഭവമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഇനിയും ഇതിനൊരു പോക്ക് നീക്കങ്ങളില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ സീസണിലും നമുക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ സീസണിൽ ഇവാൻ്റെ മിടുക്കൊണ്ട് മാത്രമാണ് നമ്മുടെ ആ ഒരു ടീം പ്ലേ ഓഫിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിനെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സോ എന്നാലും പരിക്കിൻ്റെ പിടിയിലായിട്ട് നമ്മുടെ താരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അഡ്രിയാൻ ലൂണ പോലും ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു മെയിൻ ലൂണയെ, അതായത് പണ്ടുണ്ടായിരുന്നൊരു ലൂണയെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇനിയും ഇതുപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മെഡിക്കൽ സ്റ്റാഫിനെയും അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് കോച്ചിനെയും കൊണ്ടുവരേണ്ടതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയേണ്ടത് ആൾ കോച്ചിങ് സ്റ്റാഫാണ്. ഇതിലും മെഡിക്കൽ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസ് കോച്ചൊക്കെ പെടുട്ടോ. ഈ ആൾ കോച്ചിങ് സ്റ്റാഫും ജസ്റ്റ് മാറ്റേണ്ടി വരും. ഈ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 12 മത്സരമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ഡിഫൻസ് ഇല്ലാത്ത ഒരു സ്ക്വാഡും വെച്ചിട്ടാണ് കളിക്കളത്തിലേക്ക് ഇപ്പോഴും മിക്കായിൽ സ്റ്റെയർ എന്ന് പറയുന്ന ആ ടീം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം ഇറങ്ങി വരുന്നത്. ഇതൊക്കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളാണ്. ഇത്രയും കാലമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ജയിക്കുന്നുണ്ടെങ്കിലും തോൽക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള സ്ക്വാഡ് ഉണ്ടാവലുണ്ട്, നിർഭാഗ്യം കൂടെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഈ സീസൺ ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് വേണം പറയാൻ. ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മാനേജ്മെൻറ്റൊക്കെ. അഞ്ചാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് നേരെയാണ്. RB ആയാലും സെൻറ്റർ ബാക്കുകളായാലും ഇന്ത്യൻ താരങ്ങളായാലും ഫോർജിൻ പ്ലേയേഴ്സ് ആയാലും അത്യാവശ്യമായിരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള നവോച്ച സിംഗിനെ മാത്രമാണ് കുറച്ച് പ്രതീക്ഷയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രീതം കോട്ടാലായാലും സന്ദീപ് സിംഗ് ആയാലും ഹോർമിപ്പാം ആയാലും വളരെയധികം വീക്കായിട്ട് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മിലോസ് റിൻസിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പുലിയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് തോന്നണ്ടേ? അതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു ഡിഫൻസ് നിരയിലില്ലാതെ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ പ്രോബ്ലം എവിടെയെന്നാണ് ചോദിച്ചാൽ അത് ഡിഫൻസ് നിര എന്നല്ലാതെ ആർക്കും പറയാണ്ടാവില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ന് ഡിഫൻസ് നിര മാത്രമാണ്. അവിടെ നല്ല രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളെയും ഒരു ഫോറിൻ താരങ്ങളെങ്കിൽ ഒരു ഫോറിൻ താരം അദ്ദേഹത്തെയും കൊണ്ടുവരൽ നിർബന്ധമായി തീരേണ്ട ഒരു അവസ്ഥയാണ്.
ഇനി ആറാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ മിഡ്ഫീൽഡ് നിര. ഇത് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഡിഫൻസ് നിരയിൽ വീക്ക് ഉണ്ട് എന്ന് എല്ലാവരും പറയുള്ളൂ, പക്ഷേ നമുക്ക് മിഡ്ഫീൽഡിലും നല്ല രീതിയിലുള്ള ഒരു വീക്ക് ഉണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും നല്ല രീതിയിലുള്ള ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരണം. ഇപ്പോൾ പല ടീമിൻ്റെയും ഡിഫൻസീവ് നിരയിലേക്ക് നോക്കുക. അപ്പോൾ ബാംഗ്ലൂരിൻ്റെ നിരയിലേക്ക് തന്നെ നോക്കിയാൽ മതി. സുരാജ് സിംഗിനെ പോലെയുള്ള താരങ്ങൾ, ഇതുപോലെയുള്ള താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. ഇതുപോലെയുള്ള താരങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. ഇവിടെ ഈ ഒരു പൊസിഷനിൽ കളിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഫ്രെഡി മാത്രമാണ്. പക്ഷേ ഫ്രെഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കളി ഫ്രെഡിയുടെ പക്കൽ നിന്നും എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഹീസ് ആവറേജ്, അത്രേ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒന്നും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് AMF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂണയെ കൊണ്ടുവെക്കാം. പക്ഷേ ഒന്നുകൂടെ നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ഫിറ്റ്നസ് ഉള്ള നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു വിദേശ താരത്തെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും കൊട്ടക്കണക്കിന് ഗോളുകൾ വാങ്ങിച്ചു കൂട്ടാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീവിതം വീണ്ടും ബാക്കിയാവും. സീസണ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ജീക്സൺ സിംഗിനെ പോലെയുള്ള താരങ്ങളെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ദാരിദ്ര്യപൂർവ്വമായിട്ടുള്ളൊരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിന് വരില്ലായിരുന്നു. കാരണം ജീക്സൺ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിരയിൽ തന്നെ, അതായത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ നിരയിൽ ഇനി വരും കാല ഫുട്ബോളിന് ഭാവി വാഗ്ദാനമായി തീരാൻ പോകുന്ന ഒരു മധ്യനിരക്കാരനാണ്. അങ്ങനെയുള്ളൊരു കളിക്കാരനെ എന്ത് തേങ്ങക്കാണ് മറ്റൊരു ടീമിലേക്ക് കൊടുത്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് വലിയ പുരോഗതിയൊന്നുമില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയ തിരിച്ചടിയായിരുന്നത് ഇവിടെ നിന്നൊക്കെയാണ് ഈ ടീം ഒരു ബിസിനസ് മൈൻഡ് മാത്രം വെച്ചിട്ട് കളിശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ജീക്സനെ ഒഴിവാക്കിയത് ഇവർ വിപിനെ കണ്ടിട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പരിക്ക് പറ്റി പുറത്തു പോകുന്ന ഒരു ടീമിൽ നിന്ന് എന്തിനാണ് ജീക്സനെ ഒഴിവാക്കിയെന്ന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ലാസ്റ്റായിട്ട് ഏഴാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഗോൾ കീപ്പറുടെ കാര്യമാണ്. സച്ചിൻ സുരേഷ് ആയാലും നമ്മുടെ നോറ ഫെർണാണ്ടസ് ആയാലും അതല്ലെങ്കിൽ സോം കുമാർ ആയാലും ഒരു ദാരിദ്ര്യപൂർവ്വമായിട്ടുള്ള കളിശൈലിയാണ് കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്നത്. സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ സച്ചിൻ സുരേഷിനെ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടിട്ടില്ല. കഴിഞ്ഞ സീസണിലോ അതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞ സീസണിലൊക്കെ ആയിട്ട് പെനാൾട്ടി സേവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ നോക്കുക, പന്തൊന്ന് ക്യാച്ച് ചെയ്യാൻ പോലും സത്യം പറഞ്ഞാൽ സച്ചിൻ്റെ കൈ കൊണ്ട് പറ്റണില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ വലിയ പിഴവുകളുള്ള അതല്ലെങ്കിൽ വളരെ വലിയ പിഴവുകൾ വരുത്തുന്ന ഒരു കളിക്കാരനാണ് സച്ചിൻ സുരേഷ് എന്ന് പറയുന്നത്. നമ്മൾ വലിയ രീതിയിൽ കുറ്റം പറഞ്ഞില്ല, കാരണം നമ്മളെ ചെക്കനാണ്. നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവുകളും കാര്യങ്ങളൊക്കെ. പല നിമിഷത്തിലും അത്താണിയായിട്ട് എത്തുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ഗോൾ കീപ്പർ. കാരണം ഗോൾ കീപ്പർമാരെ വലിയ രീതിക്ക് നമുക്ക് വിമർശിക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ മാറ്റുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ഉറപ്പ് വരണം. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പർമാരെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. വളരെ വലിയ വീക്ക് പൊസിഷനിൽ നിൽക്കുന്ന ഗോൾ കീപ്പർമാരൊക്കെ ഒഴിവാക്കിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ ഗോൾ കീപ്പർമാരായാലും അതൊക്കെ നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടതായിരിക്കും. ബൈ.